കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ 71 ശ്ലോകം ചെയ്തു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ശ്രീരാമൻ്റെ വരവിനെ പറ്റി കേട്ടിട്ട്, ശ്രീരാമൻ വന്നു എന്ന് കേട്ടിട്ട് വേഗം ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും അവരൊക്കെ പൗരപ്രമുഖന്മാരും എല്ലാവരും അറിയും, അവരെല്ലാം ഭരതൻ്റെ ആശ്രമത്തിലേക്ക് വരികയും ചെയ്തിരിക്കുന്നു എന്നാണ്. അതായത് എന്താ പറഞ്ഞില്ലേ, ബ്രാഹ്മണര് പിന്നെന്താണ് മറ്റേ പൗരന്മാർ ഇവരൊക്കെ രാജാക്കന്മാരെല്ലാം ശ്രീരാമൻ്റെ ചന്ദ്രനെ പോലുള്ള ആ കണ്ടാൽ ആർക്കും സന്തോഷം നൽകുന്ന ആ മുഖം കാണാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വരികയാണ്. അത് കേട്ടിട്ടേ 72 അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കേട്ടോ. ഭരതസ്യ വച ശ്രുത്വാ ശത്രുഘ്ന പരിചോദിതാ അലഞ്ചക്രുശ്ച നഗരീം മുക്താരത്നമയോജ്വലൈഹി. 73 പിന്നെ ഒരു വരിയും കൂടി കേട്ടോ. തോരണൈശ്ച പതാകാഭിർ വിചിത്രാഭിരനേകഥാ അലങ്കുർവന്തി വേശ്മാനി നാനാബലിവിചക്ഷണാ നിര്യാന്തി വൃന്ദശ സർവേ രാമദർശനലാലസാ. ഭരതൻ്റെ വാക്കിനെ കേട്ടിട്ട് ശ്രവിച്ചിട്ട് ശ്രുത്വ കേട്ടിട്ട് ശത്രുഘ്ന പരിചോദിത ശത്രുഘ്നാൽ പ്രേരിക്കപ്പെട്ടവർ, പരിചോദിത എന്ന് പറഞ്ഞല്ലോ. മുക്താരത്നമയോജ്വലൈഹി മുക്തരത്നങ്ങളെ എന്നിവയാൽ ശോഭിക്കുന്ന തോരണങ്ങൾ കൊണ്ടും വിചിത്രാഭിപതാകാഭി പലതരത്തിലുള്ള കൊടികൾ കൊണ്ടും അനേകഥ പലതരത്തിലുള്ള നഗരിയെ അലഞ്ചക്രു മീൻസ് അലങ്കരിച്ചു. നാനാബലി വിചക്ഷണ നാനാവിധത്തിൽ അലങ്കരിക്കാൻ അവരൊക്കെ വളരെ സമർത്ഥന്മാരായിരുന്നു. വേശ്മാനി എല്ലാ വീടുകളെയും ഗൃഹങ്ങളെയും അലങ്കുർവന്തി അലങ്കരിക്കുന്നു. രാമൻ വരെ പ്രമാണിച്ചിട്ട് എല്ലാവരും അവനവൻ്റെ വീടും പിന്നെ പാതയും രാജപാതയും ഒക്കെ അലങ്കരിക്കേണ്ട, നിറച്ച് കൊടികളും കൊടിക്കൂറകളും പിന്നെയോ തോരണങ്ങളും. രാമദർശന ലാലസ സർവേ രാമൻ്റെ ദർശനത്തിന് അങ്ങേയറ്റം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരും വൃന്ദചഹ നിര്യാന്തി സംഘം ചേർന്ന് പുറപ്പെട്ടു രാമനെ കാണാൻ. അയോധ്യാവാസികളെല്ലാം തന്നെ എന്തറിയോ, ഭരതൻ്റെ ആജ്ഞ അനുസരിച്ചിട്ട് ശത്രുഘ്നൻ നഗരവാസികളോടൊക്കെ പറഞ്ഞു, ശ്രീരാമൻ മടങ്ങി വരികയാണ് 14 കൊല്ലം കഴിഞ്ഞിട്ട് വനവാസം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞപ്പോൾ മുത്തും രത്നവും കൊണ്ടൊക്കെ നല്ലോണം ശോഭയോടുകൂടിയ തോരണങ്ങളും കുടികളും കൊണ്ട് രാജ്യത്തെ ബഹുവിധം അലങ്കരിച്ചു എന്ന്. ആ അലങ്കരിക്കുന്നതിലൊക്കെ നല്ലോണം വശമുള്ളവരെ സമർത്ഥരായിട്ടുള്ളവരെ എന്ത് ചെയ്തു, അവരവരുടെ ഗൃഹങ്ങളെയും നല്ല മൂടി പിടിപ്പിച്ചു. ശ്രീരാമനെ കാണാൻ അങ്ങേയറ്റം തൽപരന്മാരായ സകല ജനങ്ങളും കൂട്ടായിട്ട് പുറപ്പെടാൻ തുടങ്ങി. എല്ലാവർക്കും സന്തോഷമായി. ഭരതസ്യ വച ശ്രുത്വാ ശത്രുഘ്ന പരിചോദിതാ അലഞ്ചക്രുശ്ച നഗരീം മുക്താരത്നമയോജ്വലൈഃ തോരണൈശ്ച പതാകാഭിർവിചിത്രാഭിരനേകഥാ അലങ്കുർവന്തി വേശ്മാനി നാനാബലിവിചക്ഷണാ നിര്യാന്തി വൃന്ദശ സർവേ രാമദർശനലാലസാഃ. രാമൻ്റെ ദർശനത്തിന് അത്രയധികം കാത്തു നിൽക്കണവരല്ലേ അവര്. ഹയാനാം ശതസാഹസ്രം ഗജാനാം അയുധം തഥാ രഥാനാം ദശസാഹസ്രം സ്വർണസൂത്രവിഭൂഷിതം പാരമേഷ്ഠീന്യുപാദായ ദ്രവ്യാണ്യുച്ചാവചാനി ച. ഹയാനാം ശതസാഹസ്രം 100,000 കുതിരകൾ. പിന്നെയോ ഗജാനാം ആയുധം 1000 ആനകൾ. സ്വർണസൂത വിഭൂഷിതം സ്വർണം കൊണ്ട് അലങ്കരിക്കപ്പെട്ട രഥാനാം ദശസാഹസ്രം 10,000 രഥം. പാരമേഷ്ഠിനി അതായത് രാജയോഗ്യങ്ങളും ഉച്ചാവചാനി പലതരത്തിലുള്ളതുമായ ദ്രവ്യാണി ഉപാദായ കാഴ്ചദ്രവ്യങ്ങളും എടുത്തിട്ട് എന്താണ് അവരൊക്കെ വരികയാണ്. അതായത് ശ്രീരാമനെ സ്വീകരിക്കാൻ
തയ്യാറാക്കിയിട്ടുള്ള സൈന്യങ്ങൾ എത്രയാണെന്നാണ് പറയണത്. സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നോക്കൂ, 1,00,000 കുതിര, 10,000 ആന, സ്വർണ്ണക്കോപ്പുകൾ കൊണ്ട് അലങ്കരിച്ച 10,000 തേര്, എതിരേൽക്കാൻ പോണ ഈ പൗരമുഖ്യന്മാരും ഒക്കെ പലതരത്തിലുള്ള കാഴ്ചദ്രവ്യങ്ങളും കയ്യിൽ റെഡിയാക്കിയിട്ടുണ്ട് ഭഗവാന്റെ കാഴ്ച വയ്ക്കാനായിട്ട്. തതസ്തു ശിബികാരൂഢ അതൊന്നുകൂടി വായിക്കാട്ടോ. ഹയാനം ശതസാഹസ്രം ഗജാനാമയുധം തഥാ രഥാനാം 10,000 സ്വർണസൂത്രവിഭൂഷിതം പാരമേഷ്ടീന്യുപാദായ ദ്രവ്യാണ്യുച്ചാവചാനി ച. കാഴ്ചദ്രവ്യങ്ങളും കൊണ്ട് ഓടുകയാണ് എല്ലാവരും. തതസ്തു ശിബികാരൂഢ നിര്യയൂരാജയോഷിത. തഥാത്തു അതിനുശേഷം ശിബികാരൂഢ രാജയോഷിത. ശിബികളിൽ കയറിയ, അതായത് സ്ത്രീകളൊന്നും അങ്ങനെ പുറത്തേക്ക് ഓടി വരില്ലല്ലോ. അപ്പോൾ ഈ മാളികയുടെ മുകളിലിരിക്കണ രാജസ്ത്രീകൾ നിര്യയു പുറപ്പെട്ടു. അതായത് സൈന്യങ്ങളൊക്കെ മുമ്പിൽ ഈ പറയുന്ന ആനകളും കുതിരകളും കാലാളും ഒക്കെ ആയിട്ട് മുമ്പിൽ പോയി. അത് കഴിഞ്ഞ് അതിൻ്റെ പിന്നിൽ പൗരമുഖ്യന്മാർ, പിന്നെ അവരുടെ പിന്നാലെ ദശരഥ രാജാവിൻ്റെ ഭാര്യമാർ ഡോലികളിൽ, അതാണ് ശിബികം എന്ന് പറഞ്ഞത്. അവർ ശരിക്കും മാളിക മുകളിൽ ഇരുന്നിട്ട് കാണുകയുള്ളൂ. പക്ഷെ ഇപ്പം ഈ ശ്രീരാമൻ പറയുന്നത് പ്രമാണിച്ച് അവരൊക്കെ ഡോലികളിൽ, അതായത് ഈ ഇങ്ങനെ ആൾക്കാരെടുത്ത് നടക്കണില്ലേ, അങ്ങനത്തെ ആ ഡോലിയുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ദശരഥ രാജാവിൻ്റെ ഭാര്യമാരൊക്കെ ഡോലികളിലിരുന്നു കൊണ്ട് ഇവരുടെ പിന്നാലെ, ഈ സൈന്യത്തിൻ്റെയും പൗരമുഖ്യന്മാരെയും പിന്നാലെ ഡോലികളിൽ രാജഭാര്യമാരും രാജപത്നിമാരും പോയി. അതസ്തു ശിബികാരൂഢ. ശിബികത്തെന്ന് പറഞ്ഞാൽ ഈ ഡോലിയാണ്. എന്താ പറയുക, നമ്മളിങ്ങനെ മഞ്ചലിൽ കയറിട്ടോ, സോറി, അതന്നെ, എനിക്ക് ആ വാക്ക് കിട്ടാണ്ടിരിക്കുകയായിരുന്നു. അവർ പിന്നെ ഇതിൻ്റെയൊക്കെ പിന്നിലായിട്ട് ഈ രാജപത്നിമാരെ മഞ്ചലിനുള്ളിൽ ഇവരെയൊക്കെ ഫോളോ ചെയ്തു. തതസ്തു ശിബികാരൂഢ നിര്യയു രാജയോഷിത. രാജയോഷിത എന്ന് വെച്ചാൽ ഈ രാജപത്നിമാർ, ദശരഥൻ്റെ ഭാര്യമാരെ. ഭരത പാതുകേന്യസ്യ ശിരസ്യേവ കൃതാഞ്ജലി ശത്രുഘ്നസഹിതോ രാമം പാദചാരേണ നിര്യയൗ. ഭരതൻ പാതുകെ, അതായത് ശ്രീരാമൻ്റെ പാതുകങ്ങളെ, ശിരസിയേവ അന്യസ്യ, തലയിൽ തന്നെ വെച്ചിട്ട്, കൃതാഞ്ജലി 2 കൈയും കൂപ്പിയിട്ട്, ശത്രുഘ്നസഹിത, ശത്രുഘ്നോടും കൂടിയവനായിട്ട്, പാദചാരേണ നടന്നിട്ട്, രഥത്തിലൊന്നും കയറിയില്ല, രാമം നിര്യയു, രാമനെ പ്രാപിച്ചു. പാവം ഭരതൻ ശ്രീരാമൻ്റെ ആ ചെരുപ്പുകൾ അല്ലെങ്കിൽ പാതുകങ്ങൾ തലയിൽ വെച്ചിട്ട് 2 കൈയും അഞ്ജലിബദ്ധമായിട്ട് കൈ കൂപ്പിയിട്ട് ശത്രുഘ്നോട് കൂടി ശ്രീരാമൻ്റെ സമീപത്തിലേക്ക് സഞ്ചരിച്ചു. പാവം. ഭരതപാതുകേന്യസ്യ ശിരസ്യേവ കൃതാഞ്ജലി ശത്രുഘ്നസഹിതോ രാമം പാദചാരേണ നടന്നിട്ടെന്ന്. നിര്യയൗ, അല്ലെങ്കിൽ എത്ര ശരിക്ക് ഭരതൻ രാജാവല്ലേ, എത്ര വലിയ രഥത്തിലൊക്കെ പോകേണ്ട ആളാ, നടന്നിട്ട് പോയി. തദൈവ ദൃശ്യതേ ദൂരാത് വിമാനം ചന്ദ്രസന്നിഭം പുഷ്പകം സൂര്യസങ്കാശം മനസാ ബ്രഹ്മനിർമ്മിതം. തഥാ ഏവ, അപ്പോൾ തന്നെ മനസ്സുകൊണ്ട് ബ്രഹ്മനിർമ്മിതം, ബ്രഹ്മാവിനാൽ നിർമ്മിക്കപ്പെട്ടതും, സൂര്യസങ്കാശം, സൂര്യൻ്റെ അത്ര പ്രകാശമുള്ളതും, ചന്ദ്രസന്നിഭം, ചന്ദ്രനോട് തുല്യവുമായ ആ ഭംഗിയിലാണ് കേട്ടോ, സൂര്യൻ്റെ അത്ര പ്രകാശവും ചന്ദ്രൻ്റെ അത്ര ഭംഗി ഉള്ള പുഷ്പക വിമാനം, പുഷ്പകം എന്ന വിമാനം ദൂരാത് ദൃശ്യതയെ, ദൂരത്തിനെ കണ്ടു. അതായത് ബ്രഹ്മാവ് മനസ്സുകൊണ്ട് സങ്കല്പിച്ചുണ്ടാക്കിയതും, ചന്ദ്രനെ പോലെ മനസ്സിന് ആനന്ദം നൽകുന്നതും, സൂര്യനെ പോലെ ശോഭിക്കുന്നതുമായ പുഷ്പക വിമാനം അപ്പോൾ തന്നെ ദൂരത്തായിട്ട് കണ്ടു അവർ. തദൈവ ദൃശ്യതേ ദൂരാത് വിമാനം ചന്ദ്രസന്നിഭം പുഷ്പകം സൂര്യസങ്കാശം മനസാ ബ്രഹ്മനിർമ്മിതം. ഇനി 3 വരി. ഏതസ്മിൻ ഭ്രാതരൗ വീരൗ വൈദേഹ്യ രാമലക്ഷ്മണൗ സുഗ്രീവശ്ച കപിശ്രേഷ്ഠോ മന്ത്രിഭിശ്ച വിഭീഷണ ദൃശ്യന്തേ പശ്യത ജനാ ഇത്യാഹ പവനാത്മജ. ഏതസ്മിൻ, ഇതിൽ, വൈദേഹ്യ മീൻസ് സീതയോടുകൂടി, ഭ്രാതരൗ ഭ്രാതാക്കന്മാരും, അതായത് ശ്രീരാമനും ലക്ഷ്മണനും, വീരൗ ശൂരന്മാരായ ആര്, രാമലക്ഷ്മണവും, അതാണല്ലോ ഭ്രാതാക്കന്മാരെ, സഹോദരന്മാരായ വീരന്മാരായ രാമലക്ഷ്മണന്മാരും, കവിശ്രേഷ്ഠ സുഗ്രീവ, അതായത് സുഗ്രീവൻ, കവികളുടെ രാജാവായിട്ടുള്ള സുഗ്രീവനും, പിന്നെയോ
മന്ത്രിഭി വിഭീഷണാച്ച, മന്ത്രിമാരോടുകൂടി വിഭീഷണനും, അതായത് ലങ്കയിലത്തെ രാജാവ് അല്ലേ, ദൃശ്യതേ കാണപ്പെടുന്നു, ഹേ ജനങ്ങളെ, പശ്യത നിങ്ങൾ കാണുവിൻ, ഇതി പവനാത്മജാഹ. അങ്ങനെ ഹനുമാൻ അവർക്ക് കാണിച്ചു കൊടുക്കണം കേട്ടോ. എന്താണറിയോ, ഈ വിമാനത്തിൽ സീതയോട് കൂടിയിട്ട് സഹോദരന്മാരും മഹാവീരപരാക്രമികളുമായിട്ടുള്ള രാമലക്ഷ്മണന്മാരും വാനര രാജാവായിട്ടുള്ള സുഗ്രീവനും രാക്ഷസരാജാവായിട്ടുള്ള വിഭീഷണനും മന്ത്രിമാരും ഒക്കെ ദാ കാണാൻ നിങ്ങൾക്ക്. അല്ലയോ അയോധ്യയിലത്തെ പൗരന്മാരെ, നിങ്ങൾ നോക്കൂ, അതൊക്കെ ഇവരൊക്കെ കണ്ടോളൂ. ലക്ഷ്മണനെയും ശ്രീരാമനെയും ഹനുമാനെയും ഹനുമാനല്ല, ഹനുമാൻ ഇപ്പം ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണല്ലോ. അപ്പോൾ ലക്ഷ്മണനെയും ശ്രീരാമനെയും പിന്നെ വിഭീഷണനെയും മന്ത്രിമാരെയും പിന്നെ സുഗ്രീവനെയും ഒക്കെ നിങ്ങൾ നോക്കി കണ്ടോളൂ എന്ന് പറഞ്ഞു കൊടുത്തു. ആരെ? ഹനുമാൻ. ഒപ്പം നടക്കുകയാണ് ഹനുമാനെയും. അപ്പം പറഞ്ഞു കൊടുത്തു അവർക്ക്. ഏതസ്മിൻ ഭ്രാതരൗ വീരൗ വൈദേഹ്യ രാമലക്ഷ്മണൗ, സീതയുണ്ട് കേട്ടോ, മറന്ന വൈദേഹ്യ രാമലക്ഷ്മണ സുഗ്രീവശ്ച കപിശ്രേഷ്ഠോ മന്ത്രിഭിശ്ച വിഭീഷണ ദൃശ്യന്തേ പശ്യത ജന ഇത്യാഹ പവനാത്മജ. അങ്ങനെ ഹനുമാൻ പറഞ്ഞു, പവനാത്മജൻ. തതോ ഹർഷസമുദ്ഭൂതോ നിസ്വനോ ദിവമസ്പൃശദ് സ്ത്രീ ബാല യുവവൃദ്ധാനാം രാമോയമിതി കീർത്തനാത്. അതിനുശേഷം തഥാ മീൻസ് അതിനുശേഷം ഹർഷസമുദ്ഭൂത, സന്തോഷം കൊണ്ട് നിസ്വന ശബ്ദം ദിവം ആകാശത്തെ അസ്പൃശത്, അവർ സന്തോഷ ആരവം മുഴങ്ങിന്ന്. സ്ത്രീ ബാല യുവവൃദ്ധാനാം, സ്ത്രീകളും ബാലന്മാരും യുവാക്കന്മാരും വൃദ്ധന്മാരും ഇവരുടെ അയം രാമ ഇതി കീർത്തന, ഇതാ രാമൻ ഇതാ രാമൻ എന്നുള്ള ശബ്ദം കൊണ്ട് ആകാശം മുഖരിതമായി. അതായത് സ്ത്രീകളും കുട്ടികളും യുവാക്കളും വൃദ്ധന്മാരും ഇതാ രാമൻ ഇതാ രാമൻ എന്ന് ഉറക്കെ പറഞ്ഞതുകൊണ്ടേ അവരുടെ സന്തോഷം കൊണ്ടുണ്ടായ ആ ശബ്ദം ആകാശത്തിൽ മുഴുവൻ പ്രതിധ്വനിച്ചു. തതോ ഹർഷസമുദ്ഭൂതോ നിസ്വനോ ദിവമസ്പൃശദ് സ്ത്രീ ബാല യുവവൃദ്ധാനാം രാമോയം ഇതി കീർത്തന, ഇതാ രാമൻ ഇതാ രാമൻ എല്ലാവരും പറയണ ഉറക്കെ. സന്തോഷം കൊണ്ട് അവർക്ക് എന്താ വേണ്ടെന്ന് അറിയാനായിട്ടാരും എല്ലാവരും കൂടി ഒന്നിച്ച് പറയുമ്പോൾ അതിൻ്റെ ശബ്ദം എല്ലാ ദിക്കിലും മുഴങ്ങൂലോ. രഥകുഞ്ചര വാജിസ്ഥ അവതീര്യ മഹിം ഗതാ ദദൃശുസ്തേ വിമാനസ്ഥം ജനാ സോമമിവാംബരേ പ്രാഞ്ജലിർഭരതോ ഭൂത്വാ പ്രഹൃഷ്ടോ രാഘവോന്മുഖഃ രഥകുഞ്ചരവാജിസ്ഥാഹ തേജന. അതായത് രഥം, തേര്, ആന, കുതിര, അതിൻ്റെ മുകളിലൊക്കെ ഇരിക്കണ ആ ആൾക്കാരൊക്കെ, സൈന്യത്തിലത്തെ ആൾക്കാരൊക്കെ അവതീര്യ അതിന്ന് ഇറങ്ങിയിട്ട് മഹീം ഗത ഭൂമിയിൽ നിന്നിട്ട്, ഭഗവാൻ വരില്ലേ അതിൻ്റെ മുകളിൽ നിന്ന് കയറിയിരിക്കാൻ വയ്യാച്ചിട്ട് ആനപ്പുറത്തിരിക്കണവരും കുതിരപ്പുറത്തിരിക്കണവരും രഥത്തിലിരിക്കണവരൊക്കെ ഇറങ്ങി നിന്നു. വിമാനസ്ഥം, വിമാനത്തിലിരിക്കുന്നവനെ അമ്പരെ ആകാശത്തിൽ സോമം ഇവ, അതായത് ഭഗവാനെ ആകാശത്തെ ചന്ദ്രനെ എന്ന പോലെ ദൃശ്യ കണ്ടുന്ന്. പ്രഹൃഷ്ട ഭരത, വളരെ സന്തോഷവാനായിട്ടുള്ള ഭരതൻ രാഘവോന്മുഖ ഭൂത്വ, രാഘവൻ്റെ നേരെ നിന്നിട്ട്, ഉന്മുഖം എന്ന് പറഞ്ഞാൽ അഭിമുഖമായി നിന്നിട്ട്, പ്രാഞ്ജലി അതായത് കൈ കൂപ്പിയിട്ട് ദദർശ രാമനെ നോക്കി. അതായത് തേരിലും ആനപ്പുറത്തും കുതിരപ്പുറത്തും ഇരിക്കണ ആ സൈന്യത്തിലെ ജനങ്ങൾ മുഴുവൻ അവരിറങ്ങി ഭൂമിയിൽ ഇറങ്ങിയിട്ട് വിമാനത്തിലിരിക്കുന്ന രാമനെ ആകാശത്തിൽ എങ്ങനെയാണ് ചന്ദ്രൻ ശോഭിക്കണത് അതുപോലെ ശ്രീരാമനെ വിമാനത്തിൽ കണ്ടു. അത്രയധികം സന്തോഷമായിട്ടുള്ള ഭരതൻ കൈ രണ്ടും കൂപ്പിക്കൊണ്ട് രാമന് അഭിമുഖമായി നിന്ന് മുഖമുയർത്തിക്കൊണ്ട് നോക്കി കണ്ടു. ഇങ്ങനെ ഭരതൻ ശ്രീരാമനെ ഇങ്ങനെ നോക്കി കണ്ടു. രഥകുഞ്ചരവാജിസ്ഥ അവതീര്യച്ചാൽ അതിന്നൊക്കെ ഇറങ്ങിയിട്ട് അവരെ സൈന്യങ്ങൾ മഹീം ഗത്വാ ദദൃശുസ്തേ വിമാനസ്ഥം ജനാ സോമമിവാംബരേ പ്രാഞ്ജലിർഭരതോ ഭൂത്വാ പ്രഹൃഷ്ടോ രാഘവോന്മുഖ, രാഘവനെ തന്നെ നോക്കി തിന്നു. തതോ വിമാനാഗ്രഗതം ഭരതോ രാഘവം മുദാ വവന്ദേ പ്രണതോ രാമം മേരുസ്ഥമിവ ഭാസ്കരം. തഥാ അതിനുശേഷം മുദ്ര പ്രണത ഭരത, മുദ്രയാണ് കേട്ടോ, മുദ്രയല്ല,
അതിനുശേഷം മുദ പ്രണത ഭരത, സന്തോഷത്തോടുകൂടി നമസ്കരിച്ച ഭരതൻ വിമാനാഗ്രഗതം രാമം, വിമാനത്തിൻ്റെ അറ്റത്തിരിക്കുന്ന രാമനെ മേരുസ്ഥം ഭാസ്കരം ഇവ, മഹാമേരുവിലുള്ള സൂര്യനെ എന്ന പോലെ വവന്തേ വന്ദിച്ചു. രാമനെ കണ്ട ഉടനെ ഭരതൻ സന്തോഷപൂർവ്വം ഭൂമിയിൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് ഭരതൻ വിമാനത്തിലിരിക്കണ ശ്രീരാമനെ ഈ മഹാമേരു പർവ്വതത്തിൽ സൂര്യൻ ഉദിച്ചു പോരുമ്പോൾ എങ്ങനെയാ അതുപോലെ വന്ദിച്ചു എന്ന്. മഹാമേരുവിലിരിക്കുന്ന സൂര്യനെ എന്ന പോലെ വന്ദിച്ചു. സൂര്യനെ നമസ്കരിക്കണ പോലെ ആ വിമാനത്തിലിരിക്കണ ഭഗവാനെ നമസ്കരിച്ചു. ആരെ? ഭരതൻ. തതോ വിമാനാഗ്രഗതം ഭരതോ രാഘവം മുദ വവന്ദേ പ്രണതോ രാമം മേരുസ്ഥമിവ ഭാസ്കരം. ഇനി 84. തതോ രാമാഭ്യനുജ്ഞാതം വിമാനമപതദ്ഭുവി ആരോപിതോ വിമാനം തദ് ഭരതസാനുജസ്തദാ രാമമാസാദ്യ മുദിത പുനരേവാഭ്യവാദയത്. തഥാ അതിനുശേഷം രാമാഭ്യനുജ്ഞാതം, രാമൻ്റെ സമ്മതത്തോടെ അല്ലെങ്കിൽ രാമനാൽ നൽകപ്പെട്ട സമ്മതത്തോടെ വിമാനം ഭുവി അപതത്, ഭൂമിയിൽ ഇറങ്ങി. അതായത് ഇങ്ങനെ വിമാനം ഇറങ്ങാറാകുമ്പോഴാണ് ഇവർ കണ്ടത് ഭരതനെ. അപ്പോൾ ഭൂമിയിൽ നിന്ന് നമസ്കരിച്ചു, വിമാനം ഇറങ്ങിയിട്ടില്ല, ലാൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ രാമൻ പറഞ്ഞു ഇനി ഇവിടെ ഇറക്കാം എന്ന് പറഞ്ഞപ്പോൾ ഭൂമിയിൽ ഇറക്കി. അതാണ് രാമൻ്റെ അനുജ്ഞ എന്ന് പറഞ്ഞാൽ രാമൻ ഇനി ഇറങ്ങിക്കോളൂന്ന് മനസ്സിൽ സമ്മതം കൊടുത്തപ്പോൾ സാനുജ ഭരത, അനുജനോട് കൂടിയ ഭരതൻ തദ്വിമാനം ആരോപിത, അപ്പോൾ വിമാനത്തിനുള്ളിലേക്ക് കയറി രാമമാസാദ്യ, രാമനെ പ്രാപിച്ചിട്ട് മുദിത, വളരെ സന്തോഷവാനായിട്ട് പുനയേവ, പിന്നെയും അഭിവാദയ വന്ദിച്ചു, മീൻസ് നമസ്കരിച്ചു. ശ്രീരാമൻ്റെ കൽപ്പന പ്രകാരം വിമാനം ഭൂമിയിൽ ഇറക്കി. ഭരതനെയും ശത്രുഘ്നെയും അതിൽ ഇരുത്തി. എന്നിട്ട് രാമൻ്റെ സമീപത്ത് വന്നതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഭരതൻ പിന്നെയും രാമനെ വണങ്ങി. തതോ രാമാഭ്യനുജ്ഞാതം വിമാനമപതദ്ഭുവി ആരോപിതോ വിമാനം തദ് ഭരതസാനുജസ്തദാ രാമമാസാദ്യമുദിത പുനരേവാഭ്യവാദയത്. സമുത്ഥാപ്യ ചിരാദൃഷ്ടം ഭരതം രഘുനന്ദന ഭ്രാതരം സ്വാംഗമാരോപ്യ മുദാതം പരിഷസ്വജേ. ഒന്ന് ആലോചിച്ച് നോക്ക്, 14 കൊല്ലം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. ചിരാത് ദൃഷ്ടം, വളരെ കാലമായി ദർശിക്കപ്പെട്ട ഭ്രാതരം ഭരതം, സഹോദരനായ ഭരതനെ രഘുനന്ദന മീൻസ് രാമൻ സ്വാംഗം ആരോപ്യ, തൻ്റെ മടിയിൽ ഇരുത്തിയിട്ട് മുദാ, വളരെ സന്തോഷത്തോടു കൂടി അവനെ പരിഷസ്വജേ വെച്ചാൽ ആലിംഗനം ചെയ്തു എന്ന്. വളരെ കാലമായിട്ട് കാണാതിരിക്കുന്ന ഈ ഭരതൻ അടുത്തു വന്ന് നമസ്കരിച്ചപ്പോൾ വേഗം ശ്രീരാമൻ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് തൻ്റെ മടിയിലിരുത്തിയിട്ട് സന്തോഷത്തോടു കൂടി ആലിംഗനം ചെയ്തു. അത്ഭുതപ്പെടാനില്ലല്ലോ, അത്ര സന്തോഷമായി രണ്ടാൾക്കും. സമുത്ഥാപ്യ ചിരാദൃഷ്ടം ഭരതം രഘുനന്ദന ഭ്രാതരം സ്വാംഗമാരോപ്യ, സ്വന്തം മടിയിൽ വെച്ചിട്ട് മുദാതം പരിഷസ്വജേ, സന്തോഷത്തോടുകൂടി ആലിംഗനം ചെയ്തു. തതോ ലക്ഷ്മണമാസാദ്യ വൈദേഹിം നാമ കീർത്തയൻ അഭിവാദയത പ്രീതോ ഭരത പ്രേമവിഹ്വല. തഥ അതിനുശേഷം പ്രേമവിഹ്വല ഭരത, സ്നേഹത്താൽ പരവശനായ ഭരതൻ ലക്ഷ്മണനെയും വൈദേഹിം അതായത് സീതയെയും ആസാദ്യ അവരുടെ അടുത്ത് വന്നിട്ട് പ്രീത സന്തോഷവാനായിട്ട് നാമകീർത്തയൻ നാമം പറഞ്ഞുകൊണ്ട് അഭിവാദ്യം ചെയ്തു, മീൻസ് ആദരവ് കാണിച്ചു. അതായത് അതിനുശേഷം സ്നേഹപരവശനായിട്ടുള്ള ഭരതൻ ലക്ഷ്മണൻ്റെയും സീതയുടെയും അടുത്ത് വന്നിട്ട് വളരെ സ്നേഹപൂർവ്വം തൻ്റെ നാമധേയം പറഞ്ഞുകൊണ്ട് സീതാദേവിയെ അഭിവാദനം ചെയ്തു. തതോ ലക്ഷ്മണമാസാദ്യ വൈദേഹിം നാമ കീർത്തയൻ അഭിവാദയത പ്രീതോ ഭരത പ്രേമവിഹ്വല സുഗ്രീവം ജാംബവന്തം ച യുവരാജം തഥാംഗദം മൈന്ദദ്വിനീലാംശ്ച ഋഷഭം ചൈവ സസ്വജേ സുഷേണം ച നളം ചൈവ ഗവാക്ഷം ഗന്ധമാദനം ശരഭം പനസം ചൈവ ഭരത പരിഷസ്വജേ. സുഗ്രീവനെയും ജാംബവാനെയും അംഗദം യുവരാജാവായിട്ടുള്ള അംഗദനെയും
മൈന്ദ ദ്വിവിധ നീലാൻ, മൈന്ദനെയും ദ്വിവിധനെയും നീലൻ ഒക്കെ വാനന്മാരാണ്. ഋഷഭനെയും ഭരത സസ്വജേ, ഭരതൻ ആലിംഗനം ചെയ്തു. ശ്രീരാമനെ സഹായിച്ചവരല്ലേ ഇവരൊക്കെ. സുഷേണനെയും നളനെയും, നളനാണല്ലോ സേതുബന്ധനത്തിനൊക്കെ സഹായിച്ചതേ. ഗവാക്ഷനെയും ഗന്ധമാദരനെയും ശരഭനെയും പനസനെയും പരിഷ്ടസ്വേ ആശ്രയിച്ചു. എല്ലാവരും ഭരതൻ ശ്രീരാമനെയും ആലിംഗനം ചെയ്ത് സീതയും ലക്ഷ്മണനെയും വന്ദിച്ചതിന് ശേഷം ഇവരൊക്കെ ആലിംഗനം ചെയ്തു. സുഗ്രീവൻ, ജാമ്പവാൻ, അംഗദൻ, മൈന്ദൻ, വിവിധൻ, നീലൻ, ഋഷഭൻ, സുഷേണൻ, നളൻ, ഗവാക്ഷൻ, ഗന്ധമാദനൻ, ശരഭൻ, പനസൻ, ഇങ്ങനത്തെ എല്ലാ വാനര വീരന്മാരെയും ഭരതൻ സ്നേഹപൂർവം ആലിംഗനം ചെയ്തു. സുഗ്രീവം ജാമ്പവം തഞ്ച യുവരാജം തഥാംഗദം മൈന്ദദ്വിവിധ നീലാംശ്ച ഋഷഭം ചൈവ സസ്വജേ സുഷേണം ച നളം ചൈവ ഗവാക്ഷം ഗന്ധമാദനം ശരഭം പനസം ചൈവ ഭരത പരിഷസ്വജേ. പിന്നെയോ സർവേ തേ മാനുഷം രൂപം കൃത്വാ ഭരതമാതൃതാ പപ്രച്ഛു കുശലം സൗമ്യ പ്രഹൃഷ്ടാശ്ച പ്ലവംഗമാഃ. സർവേതേ അവരൊക്കെ മാനുഷൻ രൂപം കൃത്വ മനുഷ്യരൂപത്തെ എടുത്തിട്ട് ഭരതം ഭരതനെ ആദരിച്ചവനായി സൗമ്യ, വളരെ സൗമ്യന്മാരും സൗമ്യശീലമുള്ളവരും പ്രഹൃഷ്ട അധികം സന്തോഷിച്ചവരുമായ പ്ലവംഗമ വാനരന്മാർ കുശലം പപ്രച്ചു, സുഖല്ലേ എന്നൊക്കെ ചോദിച്ചു. എല്ലാ വാനരന്മാരും പിന്നെന്താണ് ഒക്കെ എല്ലാ വാനരന്മാരും മനുഷ്യരൂപം എടുത്തിരുന്നേ. പിന്നെ കാമരൂപന്മാരായതുകൊണ്ട് മനുഷ്യാകൃതി ധരിച്ച് ഭരതനെ ആദരിച്ചു. അത് വാനന്മാരായിട്ടല്ല. അതിപ്പോൾ ഹനുമാനും പറഞ്ഞൂല്ലോ മനുഷ്യരൂപം ധരിച്ചിട്ടാണ് പോയതെന്ന്. അതേപോലെ ബാക്കി വാനന്മാരൊക്കെ മനുഷ്യരൂപം ധരിച്ചിട്ട് ഭരതനെ ആദരിച്ചു. സുശീലന്മാർ, അതായത് നല്ല സൗമ്യന്മാരും അധികം സന്തോഷിച്ചവരുമായ അവർ ഭരതനോട് കുശലമൊക്കെ അന്വേഷിച്ചു. അങ്ങനെയൊക്കെയാണല്ലോ മര്യാദ. സുഖല്ലേ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അവരൊക്കെ മനുഷ്യരൂപം എടുത്തിട്ടാണ് കേട്ടോ. അതെന്താ എനിക്കറിയില്ല. അങ്ങനെയാണ്. ഇപ്പം ഹനുമാനും അങ്ങനെ പറഞ്ഞുല്ലോ. സർവേ തേ മാനുഷം രൂപം കൃത്വാ ഭരതമാദ്യതാഃ പപ്രച്ഛു കുശലം സൗമ്യാഃ പ്രഹൃഷ്ടാശ്ച പ്ലവംഗമാഃ. പ്ലവംഗമന്മാരെ പറഞ്ഞു വാനന്മാർ. ഇനി 89ഉം 90ഉം കൂടി വായിച്ചാൽ നമുക്ക് നിർത്താൻ തോന്നുന്നു. നോക്കട്ടെ. തത സുഗ്രീവമാലിംഗ്യ ഭരത പ്രാഹ ഭക്തിത ത്വൽസഹായേന രാമസ്യ ജയോ ഭൂദ്രാവണോ ഹതഃ ത്വമസ്മാകം ചതുർണാം തു ഭ്രാതാ സുഗ്രീവ പഞ്ചമ. തഥാ ഭരത, അതിനുശേഷം ഭരതൻ സുഗ്രീവനെ ആലിംഗനം ചെയ്തിട്ട് ഭക്തിതഃ പ്രാഹ, ഭക്തിയോടുകൂടി സുഗ്രീവനോട് പറഞ്ഞു. അവ എല്ലാവരെയൊക്കെ ഒന്ന് കണ്ടു നടിച്ചതിന് ശേഷം പിന്നെ സുഗ്രീവനെ ആലിംഗനം ചെയ്തിട്ട് സുഗ്രീവനോട് പറഞ്ഞു വളരെ ഭക്തിയോടെ ഭരതൻ, ത്വൽസഹായേന, അങ്ങയുടെ സഹായം കൊണ്ട് രാമന് ജയഹാഭൂത്, അങ്ങ് സഹായിച്ചുകൊണ്ടാണ് രാമൻ ഇത്ര വേഗം കൊന്ന് സീതയെ കൊണ്ടുവരാൻ പറ്റിയത്. രാവണഹാത, രാവണൻ ഹനിക്കപ്പെട്ടു. സുഗ്രീവാത്വം, ഹേ സുഗ്രീവ, നീ അസ്മാകം ചതുർണാം, ഞങ്ങൾ 4 പേർക്കും പഞ്ചമഭ്രാത, ഇപ്പം ഞങ്ങളുടെ 5ാമത്തെ സഹോദരനാണ് നീ എന്ന് പറഞ്ഞു. അത്ര സന്തോഷമായി. അതിനുശേഷം, അതായത് ആദ്യം എല്ലാവരോടും കുശലൊക്കെ ചോദിച്ചു വന്നതിന് ശേഷം ഭരതൻ സുഗ്രീവൻ്റെ അടുത്ത് പോയിട്ട് ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, സുഗ്രീവ, അങ്ങയുടെ സഹായത്താൻ കൊണ്ടാണ് രാമൻ ജയിച്ചത്. അതൊന്നുമല്ല, പക്ഷെ കഥയിൽ അങ്ങനെയാണല്ലോ. ആരെ സഹായം വേണ്ട അല്ലേ ഭഗവാന്? എങ്കിലും അങ്ങയുടെ സഹായത്താലാണ് രാമന് ജയമുണ്ടായത്. രാവണനെ വധിക്കാനും സാധിച്ചു. ഹേ സുഗ്രീവ, അങ്ങ് ഞങ്ങൾക്ക് 4 പേർക്കും 5ാമനായിട്ടൊരു സഹോദരനെ പോലെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയ്ക്ക് സന്തോഷമായി എന്നർത്ഥം. അങ്ങ് ഞങ്ങളെ 5ാമത്തെ സഹോദരനാണ്. അതായത് പിന്നെ ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് സഹോദരനായി. തത സുഗ്രീവമാലിംഗ്യ ഭരത പ്രാഹ ഭക്തിത ത്വൽസഹായേന രാമസ്യ ജയോ ഭൂദ്രാവണോ ഹതഃ തമസ്മാകം ചതുർണാം തു ഭ്രാതാ സുഗ്രീവ പഞ്ചമഃ. ശത്രുഘ്നശ്ച തദാ രാമമഭിവാദ്യ സലക്ഷ്മണം സീതായാ ചരണൗ പശ്ചാത് ഭവന്തേ വിനയാന്വിത. തഥാ വിനയാന്വിത, അപ്പോൾ വിനയത്തോടു കൂടിയ ശത്രുഘ്നനും സലക്ഷ്മണം, ലക്ഷ്മണനോടുകൂടിയ രാമനെ അഭിവാദ്യ
വന്ദിച്ചിട്ട് പശ്ചാൽ അതിനുശേഷം സീതയാ ചരണവും സീതയുടെ ചരണങ്ങളെ വന്ദിച്ചു. അതുപോലെ തന്നെ ശത്രുഘ്നെ കണ്ടിട്ട് കുറേ കാലമായില്ലോ. അപ്പോൾ ഭരതൻ സുഗ്രീവനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതേ സമയത്ത് തന്നെ ശത്രുഘ്നൻ വളരെ വിനയത്തോടു കൂടി രാമനെയും ലക്ഷ്മണനെയും നമസ്കരിച്ച ശേഷം സീതയുടെ പാദങ്ങളെയും വന്ദിച്ചു എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. അപ്പോൾ ഞാൻ 25 വായിച്ച് നിർത്താട്ടോ. ശത്രുഘ്നശ്ച തഥാ രാമം അഭിവാദ്യ സലക്ഷ്മണ 91. ശത്രുഘ്നശ്ച തഥാ രാമം അഭിവാദ്യ സലക്ഷ്മണം സീതായാശ്ചരണൗ പശ്ചാത് വവന്ദേ വിനയാന്വിതഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമാൻ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.